ഇതാണ് എൻ്റെ നാട് പ്ലാങ്കോവൻ. ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഈ നാട് ഒരു പ്രധാനപ്പെട്ട ഒരു കലാകാരൻ്റെ പേരിൽ അറിയപ്പെടുന്നത് മലയാള സിനിമയുടെ പെരുന്തച്ഛനായ തിലകൻ്റെ ജന്മനാട് കൂടിയാണ്. പ്ലാങ്കോണിലെ ഏറ്റവും പഴക്കം ചെന്നൊരു മരമാണ്. ഇതാണ് പ്ലാങ്കോണിലെ പഴയ പോസ്റ്റ് ഓഫീസ്. ഇപ്പോൾ അത് CPM-ൻ്റെ ഓഫീസൊക്കെയാണ്. നമ്മുടെ സിനിമാ നടൻ തിലകനൊക്കെ കയറിയിരുന്നതും തമാശ പറഞ്ഞിരുന്ന സ്ഥലങ്ങളാണ്. അങ്ങോട്ട് പോകുന്ന ചെറുവോപ്പുഴ റോഡാണ് പ്ലാങ്കോൺ ടൗണിലെ. ഇത് വെള്ളിയറ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്. പഴയ പഴക്കം ചെന്ന ഒരു അമ്പലമാണ് വെള്ളിയറ മഹാദേവ ക്ഷേത്രം. ഇത് ഇടത്രാമണ്ണ സ്ഥലത്തോട്ട് പോകുന്ന ഒരു വഴിയാണ്. പ്ലാങ്കോണിൻ്റെ ഒരു ആകാശ കാഴ്ചയാണ്. പ്ലാങ്കോൺ ടൗണിലെ ഒരു ഉൾഗ്രാമത്തിലെ ഉൾപ്രദേശത്തെ ഒരു വീഡിയോ ചിത്രമാണ് കാണുന്നത്. അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്. ഇതാണ് വെള്ളിയറ പഴക്കം ചെന്ന ശിവക്ഷേത്രമാണ് വെള്ളിയറ മഹാദേവ ക്ഷേത്രം. ഇവിടെ വന്ന് പുത്തൻ ശബരിമല ഇടത്രാമണ്ണൊക്കെ പോകുന്നൊരു വഴിയും കൂടാണ്. ഇതിലെ തീയാടിക്കൊക്കെ പോകും. പ്ലാങ്കോൺ ടൗണിൻ്റെ ഒരു തുടക്ക ഭാഗമാണ് കാണിക്കുന്നത്. വെള്ളിയറ അമ്പലത്തിലെ റോഡ്. ഈ പ്ലാങ്കോണിന് ഒരു പ്രത്യേകത, ചെറിയ പട്ടണമാണെങ്കിലും അത്യാവശ്യ എല്ലാ സൗകര്യമുണ്ട് ഈ പ്ലാങ്കോൺ ടൗണിന്. ഈ ടൗണിനെ മറ്റുള്ള ഒരു സ്ഥലങ്ങളെ വെച്ച് സ്വന്തമായിട്ട് പിൻകോഡുള്ളൊരു ടൗണും കൂടെ. അത് പ്ലാങ്കോൺ PO 689612 സ്വന്തമായിട്ട് പിൻകോഡുള്ള, അതിൽ ഏറ്റവും പഴക്കം ചെന്ന പിൻകോഡുള്ളതും കൂടെ. എനിക്ക് തോന്നുന്നു ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പേ പോസ്റ്റ് ഓഫീസുള്ളൊരു സ്ഥലം കൂടാണ് ഈ പ്ലാങ്കോൺ ടൗണിൻ്റെ ഒരു സൈഡ് ദൃശ്യമാണ്. ഇത് പ്ലാങ്കോണിൽ നിന്ന് ചെറുവോപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ്. പഴമ എത്ര പഴയതായാലും പഴമ മാറാത്ത ഒരു സ്ഥലങ്ങളുണ്ട് പ്ലാങ്കോണിൽ. അതിലൊന്നാണ് ഈ കടകൾ. ഇവിടെ എൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരി കടയൊക്കെ ഉണ്ടായിരുന്നു. എത്ര പഴമ വന്നാലും പഴമ മാറാത്ത ഒരു ലക്ഷണമാണ് പ്ലാങ്കോണിൻ്റെ ലക്ഷണം. അവിടെ മലയാള സിനിമയുടെ പെരുന്തച്ഛൻ എന്ന് പറയുന്ന ശ്രീ തിലകനും അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ജനിച്ചു വളർന്ന നാടും കൂടാണ് ഈ പ്ലാങ്കോൺ. ഇതാണ് പ്ലാങ്കോൺ ടൗണിൻ്റെ വേറൊരു ദൃശ്യമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്ലാങ്കോണിലെ ഒരു മാൽമരമാണ്. അതുകൊണ്ട് ഈ കാണുന്നതാണ് പ്ലാങ്കോണിലെ ആദ്യകാലത്തെ പോസ്റ്റ് ഓഫീസ് ബിൽഡിങ്. നമ്മുടെ മഹാനടൻ തിലകൻ ചേട്ടനൊക്കെ നാടകം കളിച്ച ഇരുന്ന സ്ഥലമാണ് ഈ കാണുന്ന ബിൽഡിങ്. ഇതാണ് പ്ലാങ്കോണിൻ്റെ ഒരു ദൃശ്യമാണ്. ഈ സൈഡ് തിരുവല്ലയാണ്. ഈ ഇരിക്കുന്ന സ്ഥലം പണ്ട് കിണറായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അത് മൂടി ഇതാക്കി. ഇത് പ്ലാങ്കോണിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോട്ടലാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഉഷസ് ഹോട്ടലെന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതും പ്ലാങ്കോണിലെ ഏകദേശം 50 വർഷം പഴക്കമുള്ള ഹോട്ടലാണ് പ്ലാങ്കോണിലെ. കാണുന്നതാണ് ഏറ്റവും പഴക്കം ചെന്ന ഹോട്ടലാണ് പ്ലാങ്കോണിലെ. ഒരു സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ. ഈ പ്ലാങ്കോണിന് ഒരു പ്രത്യേകതയുണ്ട്. സ്വന്തമായിട്ട് 2 സ്കൂളുകൾ, ഒരു പോസ്റ്റ് ഓഫീസ്, ഒരു ഹെൽത്ത് സെൻ്റർ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റല്, പിന്നെ സ്വന്തമായിട്ട് IOBയുടെ ഏറ്റവും പഴക്കുന്ന ബാങ്ക് വരെയുള്ള ഒരു ചെറിയ പട്ടണമാണ് ഈ പ്ലാങ്കോൺ എന്ന് പറയുന്നത്. എല്ലാവിധ സാധാരണ ജീവിക്കുന്ന എല്ലാവിധ സൗകര്യമുള്ളൊരു ചെറു പട്ടണം. പ്ലാങ്കോൺ SNDP സ്കൂളാണ്. പ്ലാങ്കോണിൽ 2 സ്കൂളുണ്ട്. SNDPയുടെ ഉണ്ട്, പിന്നെ ഗവൺമെൻറ് ഉണ്ട്. ഞാൻ നിങ്ങളെ ഒരു വീട് കാണിക്കാനേ. ആ വീടാണ് തണ്ടി കാണുന്ന വീട്. നമ്മുടെ മലയാള സിനിമയുടെ പെരുന്തച്ഛനായ ശ്രീ തിലകൻ പണിയിപ്പിച്ച 3 നില വീടാണ്. പ്ലാങ്കോണിലെ ആദ്യത്തെ ഏറ്റവും 3 നില ബിൽഡിങ് ഇതാണ്. ഷമ്മി തിലകനൊക്കെ ജനിച്ച് വളർന്ന വീടും കൂടെ ഇതാണ്. കണ്ടോളൂ. റാന്നി റോഡാണ്.
ഇതാണ് റാന്നി റോഡ്. ഇത് വൃന്ദാവനം മല്ലപ്പള്ളി പോകുന്ന റോഡ്. ഈ നേരെ പോകുന്നത് റാന്നി. ഇത് കോഴഞ്ചേരി പത്തനംതിട്ട പേരിച്ചാൽ റോഡാണ്. വികസനം ഒത്തിരി വന്നിട്ടുണ്ട്. ഇതാണ് മല്ലപ്പള്ളി കോട്ടയം റോഡാണ്, വൃന്ദാവനം മല്ലപ്പള്ളി റോഡ്. ഇത് പ്ലാങ്കോണിൻ്റെ വേറൊരു സീവാണ്. പ്ലാങ്കോണിൻ്റെ ഒരു വിദൂർ തണ്ട പ്ലാങ്കോണുകാർക്ക് സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറയാം. ഇതാ കാണുന്നതാണ്, ആ ദൂരെ കാണുന്നതാണ് കർമ്മേൽ എന്ന് പറയുന്ന ഒരു മർത്തോമ സഭയുടെ സ്കൂളും പിന്നെ ആശുപത്രിയും കൂടെ. അതിൻ്റെ മേളിൽ പ്ലാങ്കോണുകാർക്ക് സ്വന്തമായിട്ട് ഒരു അനാഥാശ്രയമുണ്ട്. അവിടെ തന്നെ അനാഥാലയം. പെരിച്ചാൽ റോഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, റാന്നി പെരിച്ചാൽ റോഡ്. ഈ താഴെ കാണുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ഈ പ്ലാങ്കോണുകാർക്ക് ഒരു കാലത്ത് എന്തിനും ആശ്രയിക്കുന്ന ഒരു പഴയകാല ആശുപത്രിയാണ്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടുന്ന് കമ്പൗണ്ടർ എന്ന് പറഞ്ഞാൽ ചുമന്ന ഒരു കുപ്പി മരുന്ന് വരുമായിരുന്നു. ഈ പഴയത് ഇന്നും അതുപോലെ ഇപ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ. പ്ലാങ്കോണുകാരുടെ ബാങ്കാണ്, പ്ലാങ്കോണിൻ്റെ സ്വന്തം ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്. ഇതിൻ്റെ പ്ലാങ്കോണിലെ പെരിച്ചാലിലോട്ട് പോകുന്ന ഒരു വഴിയുടെ ദൃശ്യമാണ് കാണുന്നത്. ഇതാണ് പ്ലാങ്കോണിൻ്റെ ദൃശ്യം. അതാ ഇവിടോട്ടൊക്കെ ഉണ്ട് പേരിച്ചാൽ, കാർമേൽ ചർച്ച്, തിരുവല്ല. ഇത് നേരെ പോകുന്നത് തിരുവല്ല, ഇടത്തോട്ട് എഴുതുന്നത് കോഴഞ്ചേരി. എൻ്റെ നാട്ടിൽ വന്നൊരു വീഡിയോ എടുക്കുന്ന വലിയ ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. പ്ലാങ്കോണിൻ്റെ ഒരു അവസാന ദൃശ്യമാണ് കാണിക്കുന്നത്. ഈ ലോറി ഇന്ന് മാർക്കറ്റിൽ കാണാനില്ലെങ്കിൽ പ്ലാങ്കോണുകാർക്ക് സുലഭമായി ഈ ലോറി. പ്ലാങ്കോൺ ടൗണിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് കാണിക്കുന്നത്.